നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഇഡിയുടെ പരിശോധന. CPM ഭരണസമിതിയുടെ കാലയളവിൽ ക്രമക്കേട് നടന്നുവെന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി പരിശോധന നടത്തുന്നതെന്നാണ് സൂചന. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഷബീദ്. CPM ഭരണസമിതിയുടെ കാലയളവിൽ ഏതാണ്ട് 100 കോടി രൂപയോളം ക്രമക്കേട് നടന്നുവെന്ന് സർക്കാരിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയ നേമം സർവീസ് സഹകരണ ബാങ്കിലാണ് ഇപ്പോൾ ഇഡി പരിശോധന നടത്തുന്നത്. അല്പസമയം മുൻപാണ് ഇഡി സംഘം പരിശോധനയ്ക്കെത്തുന്നത്. വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു നേമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ. പ്രത്യേകിച്ച് നിക്ഷേപകരുടെ പ്രതിഷേധവും ശേഷം സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടും തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്തതടക്കം വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഈ 96.91 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്ന് സർക്കാരിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുൻ സെക്രട്ടറിമാർ ഉൾപ്പെടെ സ്വന്തം നിലയിൽ കട്ടെടുത്ത തുകയുടെ കണക്കും റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിരുന്നു. ഈ 34.26 കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും 15.55 കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്നൊക്കെയുള്ള കണ്ടെത്തൽ, ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഈ സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നു വരികയാണ്. മുൻ ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 പേരെ ക്രൈംബ്രാഞ്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇഡിയുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഈ സ്ഥിരം ഇടപാടുകാരായ പലരുടെയും അക്കൗണ്ട് വഴി സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന, വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി ക്രിമിനൽ കേസെടുക്കണമെന്ന സർക്കാർ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഈ കോടികളുടെ ക്രമക്കേടിൽ ഇപ്പോൾ ഇഡിയും പരിശോധന നടത്തുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഇഡി നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.